ഹായ് ഹലോ, ഇന്നത്തെ പത്രമാറ്റ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നാനയും ആദർശം കൂടി പൂ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ പെട്ടെന്ന് ദേവയാനി വരികയും 5 മുഴം പൂ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കടക്കാരനോട് പറയുകയും പിന്നെ ഇവരെ നോക്കുകയും ചെയ്യുമ്പോഴാണ് ദേവയാനി അവിടെ വന്നത് അറിയുന്നത്. അങ്ങനെ ചമ്മലും അതിലേറെ പേടിയുമായി നിൽക്കുകയാണ് രണ്ടാൾക്കാരും. അപ്പോൾ അമ്മ എന്താ ഇവിടെ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് രാത്രിയിൽ എനിക്ക് ബാധ കയറിയതാടാ, അങ്ങനെ ഇറങ്ങി നടന്നതാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തിരിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജയൻ അവിടെ എത്തുകയും ഞങ്ങൾ വീട്ടിലുണ്ടാവുന്ന കരുതി പുറത്തു പോയത് അറിയില്ല അല്ലേ എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഇവൾക്കൊരു നിർബന്ധം, ഇവൾക്കൊരാഗ്രഹം സെക്കൻഡ് ഷോക്ക് പോകണം, അങ്ങനെ പോയതാ എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് ഇവള് നയന ഒന്ന് പുറത്ത് പോയി വരാമെന്ന് രാത്രി പറഞ്ഞപ്പോൾ ഇറങ്ങിയതാണ് എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ഞാനോ ആദർശേട്ടനല്ലേ ഒന്ന് ചുറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞത് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, മോള് പറഞ്ഞതാ സത്യം ഞങ്ങൾക്ക് അറിയാം എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ആദർശ് ഇങ്ങനെ ഉരുണ്ട കളിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനിക്ക് ഇതൊന്നും കേട്ട് സഹിക്കുന്നില്ല, വളരെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് ദേവയാനി. പിന്നെ ജയൻ പറയുന്നുണ്ട്, അതൊക്കെ നല്ലതല്ലേ, അങ്ങനെയൊക്കെ പോകണം, ഈ പ്രായത്തിലും ഇവൾക്ക് സെക്കൻഡ് ഷോക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയില്ലേ, അതുപോലെ നിങ്ങളും പോകണം, സെക്കൻഡ് ഷോക്കൊക്കെ പോകണം, ഫിലിമൊക്കെ കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ചുറ്റിക്കറങ്ങി നല്ല ഓർമ്മകൾ ഉണ്ടാക്കണം, എന്നാൽ അവസാന കാലത്ത് ഓർമ്മിക്കാൻ എന്തെങ്കിലും കാണുമെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പൂ ദേവയാനിക്ക് കൊടുക്കുകയും ആദർശ് ദേവയാനിയുടെ പൈസ കൊടുക്കാൻ ഇറങ്ങുമ്പോൾ വേണ്ട, അതെൻ്റെ ഭർത്താവ് കൊടുത്തോളും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, ഇവൻ എം ഡി ആണ്, ഇവൻ്റെ കയ്യിൽ കാശുണ്ടാവും എന്ന് പറയുമ്പോൾ വേണ്ട, അത് ജേട്ടൻ കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അങ്ങനെ ജയൻ പൈസ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ് രണ്ടുപേരും. അങ്ങനെ തിരിച്ചു മടങ്ങാൻ നേരത്ത് നീ ബൈക്കിലാണോ വന്നത് എന്ന് ദേവയാനി ചോദിക്കുകയും അതെ ഇവൾക്കൊരാഗ്രഹം എന്ന് ബൈക്കിൽ പോകണം എന്ന് ആഗ്രഹം എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നുണ്ട്, ആദർശേട്ടനല്ലേ ബൈക്കിൽ പോകാമെന്ന് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ജയൻ പറയുന്നുണ്ട്, ബൈക്കിൽ പോകുന്നതിന് എന്താ, എല്ലാ പെൺകുട്ടികൾക്കും ആഗ്രഹം ഉണ്ടാവും ഭർത്താവിൻ്റെ കൂടെ ഒരുമിച്ചിരുന്ന് യാത്ര പോകാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ തിരിച്ച് മടങ്ങുകയാണ്. പിന്നെ ഇതിനിടെ ആദർശ് മെല്ലനെ ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛനോട്, ഏത് ഷോയ്ക്കാണ് പോയത് എന്ന് ചോദിക്കുകയും അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, അത് തമിഴ് മൂവിയാണ്, ആക്ഷൻ പടമാണ്, നിൻ്റെ അമ്മയ്ക്ക് അതാണല്ലോ ആക്ഷൻ, നിൻ്റെ അമ്മ ആക്ഷൻ്റെ ആളാണല്ലോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ ആവശ്യമുള്ളിടത്ത് മാത്രമേ ദേഷ്യം പിടിക്കാറുള്ളൂ എന്ന് പറയുകയും, അപ്പോൾ ആവശ്യമില്ലാത്തടത്തും നീ ഇപ്പോൾ ദേഷ്യം പിടിക്കുന്നുണ്ട് എന്ന് ജയൻ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ മടങ്ങിപ്പോവുകയും ബൈക്കിലേക്ക് കയറുമ്പോൾ ആദർശ് ഇങ്ങനെ നയനയോട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ നീ എന്താ എന്നെ സപ്പോർട്ട് ചെയ്യാതിരുന്നത് എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, കള്ളം പറയാനൊന്നും എനിക്ക് വയ്യ, എനിക്ക് പറ്റില്ല, സത്യമല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറയുകയും, അപ്പോൾ അമ്മയായാലും ഭാര്യ ആയാലും തെറ്റ് കണ്ടെടുത്ത് പറയുകയും സത്യം കണ്ടെടുത്ത് കൂടെ നിൽക്കുകയും ചെയ്യണം, അതാണ് തൻ്റെ ഇടം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മയും കൊള്ളാം ഭാര്യയും കൊള്ളാം, അച്ഛനുള്ളതുകൊണ്ട് ഭാഗ്യമായി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ യാത്ര പോകുമ്പോൾ അവർ ബൈക്ക് കയറി പോവുകയാണ്. അപ്പോൾ ദേവയാനിയോട് ജയൻ ഇങ്ങനെ ഉപദേശിക്കുകയാണ്, നീ എന്തിനാ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്, അവർ ഇപ്പോൾ ഇങ്ങനെ നടക്കേണ്ട, അതായത് എൻജോയ് ചെയ്യേണ്ട സമയമല്ലേ, നീ എന്തിനാ ഇതിനൊക്കെ കയറി ഇടപെടുന്നത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അവൾ നല്ല കുട്ടിയല്ലേ, അവൻ്റെ ഭാര്യയല്ലേ, നീ എന്തിനാണ് ഇങ്ങനെ ഇടപെടുന്നത്, നിൻ്റെ മരുമകൾക്കും ആഗ്രഹങ്ങളൊക്കെ കാണില്ലേ എന്ന് ജയൻ പറയുമ്പോൾ അവൾ എൻ്റെ മരുമകളല്ല എന്ന് പറയുന്നുണ്ട് ദേവയാനി. പക്ഷേ അതല്ലല്ലോ സത്യം എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് സത്യമല്ലെങ്കിലും ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ദേവയാനി ദേഷ്യത്തോടെ വണ്ടിയിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആദർശം നയനും ഇതിനിടെ ഇടയിൽ ആദർശ് വണ്ടി നിർത്തുമ്പോൾ എന്താ ആദർശേട്ടാ നിർത്തിയത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഏതായാലും ആ ചടങ്ങും കൂടി അങ്ങ് കഴിച്ചേക്കാം, ഏതായാലും അമ്മക്ക് അറിഞ്ഞല്ലോ എന്ന് പറയുകയും, എന്ത് ചടങ്ങെന്ന് ചോദിക്കുമ്പോൾ മുല്ലപ്പൂ കുത്തിത്തരുന്ന ചടങ്ങ് എന്ന് പറയുമ്പോൾ വേണ്ട ആദർശേട്ടാ, അത് നാളെ രാവിലെ ഞാൻ ഇട്ടോളാം എന്ന് പറയുമ്പോൾ വേണ്ട, ഇനിയിപ്പോൾ ഏതായാലും അമ്മ കണ്ടല്ലോ, ഇനിയിപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് പോവാം എന്ന് പറഞ്ഞ് മുല്ലപ്പ് കുത്തുമ്പോൾ അവിടെ അവർ എത്തുകയും ഇവർ രണ്ടുപേരെയും കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, പാതിരാത്രിയിൽ നടുറോട്ടിൽ വെച്ച് നിൻ്റെ മോൻ ചെയ്യുന്നത് കണ്ടോ എന്ന് പറയുമ്പോൾ എനിക്കിതൊക്കെ കേട്ട് ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട്.
അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് അനന്തപുരിയിൽ നന്ദുവിനൊട്ടും ഉറക്കം കിട്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വാതിലിന് മുട്ടുന്നത് കേട്ടു. അങ്ങനെ ആരാണെന്ന് ചോദിച്ച് വാതിൽ തുറക്കുമ്പോൾ അനിയായിരുന്നു അത്. അനി എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് ഉറക്കം വരുന്നില്ല, അപ്പോൾ നന്ദുവിനോട് സംസാരിക്കാമെന്ന് കരുതി. അപ്പോൾ ഈ സമയത്ത് എന്താ സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അത് എനിക്ക് ശരിയാവുന്നില്ല. നന്ദുവിനോട് സംസാരിച്ച ശേഷം ഞാൻ അനാമികയോട് ഒരുപാട് സംസാരിച്ചു, പക്ഷേ എനിക്ക് അവളെ അങ്ങനെ ഒരു രീതിയിൽ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇതൊക്കെ ഇപ്പോഴാണോ പറയുന്നത്, ആദ്യമേ പറയായിരുന്നില്ല എന്ന് പറയുമ്പോൾ ആദർശേട്ടൻ ഒക്കെ ഇവിടെ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നും ആദർശേട്ടൻ പോലും കേൾക്കുന്നില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്ദു ഇങ്ങനെ ഉപദേശിക്കുകയാണ്, ഇനി ഇതൊന്നും പറഞ്ഞിട്ടിപ്പോൾ കാര്യമില്ല, കല്യാണം കഴിയുമ്പോഴൊക്കെ ശരിയാവും, അനി ഇപ്പോൾ പൊയ്ക്കോ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അനി ഇങ്ങനെ പറയുകയാണ്, ഞാൻ മരിച്ച പോലെയായിരിക്കും ഇനി അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത്, അത്രയും എനിക്ക് അവളുമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടെ ഇങ്ങനെ പോവുകയായിരുന്നു. ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു അനിയുടെ അമ്മ. ജാനകി ഇതൊക്കെ കണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയായിരുന്നു ജാനകി. അത് കഴിഞ്ഞ് അനി മടങ്ങിപ്പോയ ശേഷം വീണ്ടും നന്ദുവിൻ്റെ വാതിലിലേക്ക് മുട്ടുകയും നോക്കുമ്പോൾ അത് ജാനകിയായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ദേഷ്യഭാവത്തിൽ മോൾ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉറങ്ങാൻ തുടങ്ങിയായിരുന്നു എന്നൊക്കെ പറയുകയും അനി ഇവിടെ വന്ന് സംസാരിക്കുന്നത് കണ്ടു, എന്താണെന്ന് കേട്ടില്ല, എന്താണ് അവൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അത് അനാമികയുടെ ക്യാരക്ടർ ആയിട്ട് ശരിയാവുന്നില്ല എന്നാണ് അനി പറയുന്നത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജാനകി പറയാണ്, അനാമിക നല്ല മോളാ, എടുത്തുചാട്ടുണ്ടെന്നേ ഉള്ളൂ, ഉള്ളു ശുദ്ധമാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് എല്ലാ കാര്യങ്ങളും വരുന്നത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. മോളെ ഉപദേശിക്കണം, വേണമെങ്കിൽ ഫ്രണ്ട്സിനെയും കൂടി വിളിച്ചോ, എന്നിട്ട് ഉപദേശിക്കണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ദേവയാനി ഇങ്ങനെ അവരെ വെയിറ്റ് ചെയ്യുകയാണ്. ജയൻ ഇങ്ങനെ പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്, അവർക്കൊക്കെ ആഗ്രഹങ്ങൾ കാണില്ലേ, ഈ കാലത്ത് ഇങ്ങനത്തെ പെൺകുട്ടികളെ കാണാൻ കിട്ടില്ല, ഉള്ളവർക്ക് തന്നെ പലതരം സ്വഭാവമാണ്, ആൺകുട്ടികൾക്ക് ഇപ്പോൾ പെൺകുട്ടികളെ കിട്ടുന്നില്ല, പൈസ ശ്രീധരൻ അങ്ങോട്ട് കൊടുത്തിട്ട് കല്യാണം കഴിക്കേണ്ട അവസ്ഥയാണ്, അപ്പോഴാണ് നിൻ്റെ ഈ കളി, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് വൃദ്ധസദനത്തിൽ അച്ഛനും അമ്മയും ആക്കേണ്ട അവസ്ഥ വരുന്നത് കുട്ടികൾക്ക് എന്നൊക്കെ പറയുകയും ഇപ്പോഴത്തെ കാലം ഇങ്ങനത്തെ നല്ല മരുമകളെ കിട്ടിയാൽ അമ്മായിയമ്മയ്ക്കും അത് പോരാണ്ടാവുകയും നല്ല അമ്മായിയമ്മ കിട്ടിയാൽ മരുമകൾക്കും അത് പോരാണ്ടാവുകയൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറയുന്നുണ്ടായിരുന്നു. ജയൻ ദേവയാനിയെ കുറേ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. ഇത്ര ഉപദേശിച്ചിട്ടും ദേവയാനി നയനയെ തന്നെ മരുമകളായി സ്വീകരിക്കാൻ ഒട്ടും തയ്യാറല്ല. ഇതൊക്കെ കഴിഞ്ഞ് നയനയും ആദർശം ഒരുപാട് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവുകയായിരുന്നു. നന്ദു ആകട്ടെ വളരെയധികം സങ്കടത്തിലായിരുന്നു. അങ്ങനെ അവർ വീട്ടിലേക്ക് എത്തുകയും നോക്കുമ്പോൾ അവിടെ നന്ദു ഇരിപ്പുണ്ടായിരുന്നു, സങ്കടപ്പെട്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്താ നന്ദു ഉറങ്ങില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഉറക്കം വന്നില്ല ചേച്ചി എന്ന് പറയുകയും ആദർശ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നന്ദുവിന് എന്താ പ്രശ്നം, അങ്ങനെ നന്ദുവിനെയും കൂടി നമ്മുടെ കൂട്ടിയാൽ മതിയായിരുന്നു, നിങ്ങൾ കണ്ടില്ലല്ലോ, ഇവിടെ ഉറങ്ങാതിരിക്കുന്നത് കണ്ടില്ലല്ലോ എന്ന് പറയുകയും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തൻ്റെ ചേച്ചിയോടല്ലേ പറയാറ്, അപ്പോൾ എല്ലാം ഓപ്പണായിട്ട് പറ, ഇപ്പോൾ ഒരു ചേട്ടനും ഉണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ നയന നന്ദുവിനോട് സംസാരിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അനി റൂമിലേക്ക് വരികയും ഇങ്ങനെയൊക്കെ സംസാരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, അതൊന്നും കണ്ടില്ലെന്ന് നടിച്ചാൽ മതി, ഇനി ആ കാര്യങ്ങളൊന്നും ഓർക്കണ്ട, ഈ വീട്ടിൽ ആരും അറിയാതെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്.